ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ റീഡിംഗ് നോക്കാം. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ തുടരണമോ വേണ്ടയോ, അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ജനറൽ റീഡിംഗ് ഉദ്ദേശിച്ചാണ് ഈ സ്പ്രെഡ് എടുത്തത്. പക്ഷേ സ്പ്രെഡ് നോക്കുമ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നെല്ലാം വിളിക്കാവുന്ന ഏതെങ്കിലും ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പിലാകാം ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഉണ്ടാവുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിയപ്പോൾ കിട്ടിയത് 5 ഓഫ് കപ്സ് എന്ന കാർഡാണ്. നിങ്ങളുടെ മനസ്സ് വളരെ അസ്വസ്ഥമാണ്. നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തോ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ചോർത്ത് വിഷമിക്കുകയാണ്. നഷ്ടപ്പെട്ട അവസരങ്ങൾ, റിലേഷൻഷിപ്പ്, ജോലി, അങ്ങനെ എന്തോ. പക്ഷേ നിങ്ങളിവിടെ കാണാതെ പോകുന്ന അവസരങ്ങളുണ്ട്. ചിത്രത്തിലേക്ക് നോക്കിയാൽ ഒരു വ്യക്തി തലകുനിച്ച് വീണ് കിടക്കുന്ന കപ്പുകളെ നോക്കി വിഷമിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള കപ്പുകളെ തിരിഞ്ഞുപോലും അദ്ദേഹം നോക്കുന്നില്ല. എപ്പോഴും അങ്ങനെയാണ്. നഷ്ടങ്ങളെക്കുറിച്ചോർത്ത് വിഷമിച്ച് നല്ല സമയങ്ങൾ വെറുതെ കളയുന്നതാണ് മനുഷ്യൻ്റെ പൊതുവേയുള്ള ഒരു സ്വഭാവം. ഈ ഒരു ചിന്താരീതി മാറ്റിയാൽ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഈ ഒരു സിറ്റുവേഷൻ സാധാരണയാണ്. നമ്മുടെ പല ഇൻസെക്യൂരിറ്റീസും ട്രിഗർ ചെയ്തു വരും. അതിനെ ഹാൻഡിൽ ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കുവാൻ വേണ്ടിയാണ് ഇതുപോലുള്ള സിറ്റുവേഷൻസ് നമുക്ക് മുന്നിൽ വരുന്നത്. എത്രയും പെട്ടെന്ന് ഹീൽ ചെയ്താൽ അത്രയും നല്ലത്. ഈ സിറ്റുവേഷനിൽ കണ്ടിന്യൂ ചെയ്യണമോ എന്നതിന് നൈറ്റ് ഓഫ് കപ്സ് എന്ന കാർഡാണ് ലഭിച്ചത്. അതായത് ഈ ബന്ധത്തിൽ തുടർന്നാൽ ഇത് വളരെ ആഴത്തിലുള്ളതും വളരെ അർത്ഥവത്തായതുമായ ഒരു ബന്ധമാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് പിരിയേണ്ടി വന്നാലും പിന്നെയും നിങ്ങൾ തമ്മിൽ ഒന്നിക്കും. ഈ പേഴ്സൺ തന്നെ മുൻകൈയെടുത്ത് നിങ്ങളുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാകുന്നതായും കാണുന്നു. കാരണം നിങ്ങളില്ലാതെ അവരും അവരില്ലാതെ നിങ്ങളും അപൂർണമാണ്. ഈ സിറ്റുവേഷനിൽ നിന്ന് ക്വിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നതിന് 3 ഓഫ് കപ്സ് എന്ന കാർഡാണ് ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ നിന്ന് വിട്ടുപോയാൽ ഉടനടി ഒരു റീയൂണിയൻ പ്രതീക്ഷിക്കാം. ഇതെവിടെയും പോകില്ല. എത്ര ഒഴിവാക്കുവാൻ നോക്കിയാലും അവഗണിച്ചാലും ഇത് പിന്നെയും വരും. കാരണം ഇതൊരു ഡിവൈൻ കണക്ഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ പല ഇൻസെക്യൂരിറ്റീസും ട്രിഗർ ചെയ്യുന്നത് മൂലം നിങ്ങൾ തമ്മിൽ പല വഴക്കുകളും സംഭവിച്ചേക്കാം. അതെന്തിനെന്നാൽ ആ ഇൻസെക്യൂരിറ്റീസ് ഹീലായി പോകാനാണ്. പൂർണ്ണമായും ഹീലാകുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ റിലേഷൻഷിപ്പിൻ്റെ കീ ഫാക്ടറായി ലഭിച്ചത് 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ്. ഇതൊരു ലോങ് ടേം കമ്മിറ്റഡ് റിലേഷൻഷിപ്പാണ്. മുൻ ജന്മങ്ങളിലും നിങ്ങൾ ഒന്നിച്ചായിരുന്നു. അത് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ടാകും. നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസ്, വേദനകൾ, അങ്ങനെ പലതും. നിങ്ങൾ ഒന്നിച്ച് നിന്നു ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ട്. അതിനു വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കുകയാണ് യൂണിവേഴ്സ് ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ പേരിലുള്ള പരീക്ഷണങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ നേരിടുന്നത്. ഈ ബന്ധം ഒരു റൈറ്റ് ചോയ്സ് ആണെന്ന് തന്നെയാണ് 2 ഓഫ് വാൻസ് പറയുന്നത്. 2 എന്നാൽ ഡ്യുവാലിറ്റിയെ ആണ് സൂചിപ്പിക്കുന്നത്. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് നിങ്ങൾ. വേറെ ഏത് റിലേഷൻഷിപ്പ് തിരഞ്ഞെടുത്താലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പിൽ നിന്നും ലഭിക്കുകയില്ല. നിങ്ങൾക്ക് 2 പേർക്കും ഒരേ ചിന്താരീതി ആയിരിക്കാം, സെയിം ഗോൾസ് ആയിരിക്കാം, അങ്ങനെ ഒരുപാട് സിമിലാരിറ്റീസ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ പാർട്ട്ണർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുമുണ്ടാകും. കാരണം ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ്. താങ്ക് യു ഡിയേഴ്സ്.